Good morning, students. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബീമിലെ ഫസ്റ്റ് ന്യൂമറിക്കലാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ബീമിൻ്റെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ ബീമിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ ഫോർ എ ലാറ്ററലി സപ്പോർട്ടഡ് ഓർ ലാറ്ററലി റീസ്ട്രെയിൻഡ് ബീം, അല്ലേ? ലാറ്ററലി റീസ്ട്രെയിൻഡ് ബീമിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് രണ്ട് കേസസ് ഉണ്ട്. ലാറ്ററലി സപ്പോർട്ടഡിൽ രണ്ട് കേസസ് വരുന്നുണ്ട്. നമ്മൾ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കുമ്പോൾ either our beam will be in a low shear condition or it will be in a high shear condition, അല്ലേ? അപ്പോൾ ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ആ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ അതിനെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലേ? ലോ ഷിയർ കേസ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ട്. ഹൈ ഷിയർ ആണെങ്കിൽ സ്റ്റെപ്സ് മാറും, രണ്ടിനും വ്യത്യാസമുണ്ട്, അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഏത് കേസിലാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: എ സിംപ്ലി സപ്പോർട്ടഡ് സ്റ്റീൽ ജോയിസ്റ്റ് ഓഫ് 4 meter എഫക്റ്റീവ് സ്പാൻ ഈസ് ലാറ്ററലി സപ്പോർട്ടഡ് ത്രൂ ഔട്ട്. ഇറ്റ് ക്യാരീസ് എ UDL ഓഫ് 40 kN ഇൻക്ലൂസീവ് ഓഫ് സെൽഫ് വെയ്റ്റ്. ഡിസൈൻ ആൻ അപ്രോപ്രിയേറ്റ് സെക്ഷൻ. യൂസ് സ്റ്റീൽ ഓഫ് ഗ്രേഡ് 410. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സിംപ്ലി സപ്പോർട്ടഡ് സ്റ്റീൽ ജോയിസ്റ്റ് ആണ്, എഫക്റ്റീവ് ലെങ്ത് 4 meter ആണ്, ആൻഡ് ഇറ്റ് ഈസ് ലാറ്ററലി സപ്പോർട്ടഡ്. ലാറ്ററലി സപ്പോർട്ട് ചെയ്തിട്ടാണ് ഉള്ളത്. അതായത് അതിൻ്റെ അപ്പർ ഫ്ലാഞ്ച് വിൽ ബി എംബഡഡ് ഇൻസൈഡ് ദ സ്ലാബ്. അങ്ങനെ ആയിരിക്കാം അത് ലാറ്ററലി സപ്പോർട്ടഡ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഇതിലുള്ള UDL പറഞ്ഞിട്ടുണ്ട്, 40 kN ആണ് UDL. പിന്നെ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ആദ്യത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ലോഡ് കാൽക്കുലേഷൻ. ക്വസ്റ്റ്യനിൽ ലോഡ് തന്നിട്ടുണ്ട്. ലോഡ് തന്നിട്ടില്ല, എത്രയാണ്? 40 kN. അതുപോലെ അത് ഒരു വർക്കിംഗ് ലോഡാണ്, ഫാക്ടേർഡ് ലോഡാണെന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. സോ ഇറ്റ് വിൽ ബി എ വർക്കിംഗ് ലോഡ് and convert it into factored load by multiplying with 1.5. okay, given working load 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫാക്ടേർഡ് ലോഡാക്കി മാറ്റാം. അപ്പോൾ UDL ആണ് തന്നിട്ടുണ്ട്. UDL നമ്മൾ സാധാരണ UDL ലോഡ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് തരുന്നത്, അല്ലേ? ലോഡ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് തരേണ്ടത് പെർ മീറ്ററിൽ. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയത് kN. സോ ദിസ് വാല്യൂ വിൽ ബി ഈക്വൽ ടു ദാറ്റ് യൂണിറ്റ് വെയ്റ്റ് മൾട്ടിപ്ലൈഡ് ബൈ L ആണ് നമുക്ക് കിട്ടിയ 60 kN എന്ന് പറയുന്നത്, അല്ലേ? അതിനുശേഷം വി ഹാവ് ടു ഫൈൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ബെൻഡിങ്. ഫൈൻഡ് ദ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് മാക്സിമം ഷിയർ ഫോഴ്സ് ഇൻ ദിസ് പെർട്ടിക്കുലർ ബീം. സോ ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് UDL ആയതുകൊണ്ട് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വിൽ ബി, മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്താണ്? WL²/8 അറ്റ് ദ മിഡ് സ്പാൻ, അല്ലേ? സോ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് WL²/8 ആണ്. സോ ഹിയർ നമുക്ക് W അല്ല, സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി W അറിയുന്നുണ്ടാവും, ഒരു പെർട്ടിക്കുലർ വെയിറ്റ് പെർ മീറ്റർ എന്നും തന്നിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് എവിടെ ഉള്ളത് WL ആണ്, അല്ലേ? സോ WL എത്രയാണ്? 60 kN ആണ്, അല്ലേ? അതുപോലെ L എത്രയാണെന്ന് നമുക്കറിയാം. L എത്രയാണ്? 4 meter ആണ്. സോ റീഅറേഞ്ച് ദ ഇക്വേഷൻ ലൈക്ക് WL × L/8. WL²/8 WL × L എന്ന് പറഞ്ഞിട്ട് എഴുതി. WL 60 ആണ്, L 4 ആണ്. സോ ദ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വിൽ ബി 30 kN. ഓക്കെ. Similarly, find maximum shear force in this beam. Maximum shear force will be equal to WL/2. So 60/2 equal to 30 kN. Okay. So bending momentum shear force കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? Find the total plastic section modulus required. പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് എത്രയാണെന്ന്, റിക്വയർഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കണം, അല്ലേ? അതിനുശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഒരു ബീമിൻ്റെ സെക്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ. So we have a relation for finding out ZP set required, which is equal to bending moment M into gamma m0 by Fy. Okay, നമുക്ക് ഈ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് കിട്ടുന്നത് ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ബെൻഡിങ് മോമെൻറ്റ്. മാക്സിമം ബെൻഡിങ് മോമെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സെക്ഷൻ മോഡുലസ് കിട്ടുന്നത്. സോ കൺവേർട്ട് വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ്. ആൻഡ് നമുക്കറിയാം ഗാമ m0 1.1 ആണ്, യൂണിറ്റ് ഇല്ല. Fy എന്ന് പറയുന്നത് 250 Nm/mm² ആണ്, അല്ലേ? Fy 250 Nm/mm² ആണ്. സോ വി ഹാവ് ടു കൺവേർട്ട് ദ മൊമെൻറ്റ് ഇൻറ്റു Nm², ന്യൂട്ടൺ ഇൻറ്റു mm. സോ നമുക്ക് അറിയുന്നത് എന്താണ്? 30 kN ആണ്, അല്ലേ? നമുക്കിതിനെ ന്യൂട്ടൺ മില്ലിമീറ്ററിലേക്ക് മാറ്റണം. സോ 30 × 10³ × 10³ അല്ലേ? സോ 30 × 10⁻⁶ എന്ന് കിട്ടും.
in Newton millimeter. So the set piece head required കിട്ടിയ എത്രയാണ് 132,000 millimeter cube അല്ലേ. അപ്പോൾ millimeter cube നമ്മൾ സെൻറ്റിമീറ്റർ ക്യൂബിലേക്കും കൂടെ മാറ്റി എഴുതാണ്. എന്തിനാണ് നമ്മളിനി we have to find a section സെലക്ട് ചെയ്യുന്നത് സെറ്റ് പീസ് ഹെഡ് നോക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ ടേബിളിൽ നോക്കുന്ന സമയത്ത് അവിടെയുള്ള സെറ്റ് പീസ് ഹെഡ് വാല്യൂ സെൻറ്റിമീറ്റർ ക്യൂബിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെൻറ്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റിയത്. അപ്പോൾ എവിടെ നിന്നാണ് നമുക്ക് ഇത് കിട്ടുന്നത് സെറ്റ് പീസ് ഹെഡ് വാല്യൂ? നമ്മൾ സ്റ്റീൽ ടേബിളിൽ നിന്നല്ല നമുക്ക് സെറ്റ് പീസ് ഹെഡ് വാല്യൂ കിട്ടുന്നത്. സെറ്റ് പീസ് ഹെഡ് വാല്യൂ ഓരോ സെക്ഷൻ്റെയും സെറ്റ് പീസ് ഹെഡ് വാല്യൂ ഉണ്ടാകുന്നത് എവിടെയാണ്? ഇൻ IS 800 തന്നെയാണ്. ഇൻ ലാസ്റ്റ് പേജ് അനക്സ് H എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ 139. ഓക്കെ, 138 തൊട്ടിട്ട് പിറകിലേക്ക് പോകുന്നുണ്ട്. അതിൽ നമ്മൾ ഓരോ സെക്ഷൻ്റെയും ബീമിന് യൂസ് ചെയ്യുന്ന ഓരോ സെക്ഷൻ്റെയും കുറേ പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഏരിയ, ഹൈറ്റ്, വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ സ്റ്റീൽ ടേബിളിൽ കാണാത്ത കുറച്ച് ടേംസ് ഉണ്ട്. ലൈക്ക് സെറ്റ് പീസ് ഹെഡ് ആൻഡ് സെറ്റ് ഇ സെറ്റ്, പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ്, ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ്, ഇതെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബീം സെക്ഷൻ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ സെറ്റ് പീസ് ഹെഡ് വാല്യൂ നോക്കി പോകും. അതിൽ നിന്ന് വി ക്യാൻ ഫൈൻഡ് എ വാല്യൂ നിയർ, തൊട്ടടുത്തുള്ള വാല്യൂ എടുക്കാതെ കുറച്ചും കൂടെ വലിയ വാല്യൂ എടുക്കാം. ഏത് സെക്ഷൻ എടുക്കുന്ന സമയത്തും നമ്മൾ കുറച്ച് വലുത് തൊട്ടടുത്തുള്ള എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോവും. സോ കുറച്ച് വലിയ സെക്ഷൻ നോക്കി എടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ 184 130നേക്കാളും കുറച്ച് വലുതാണ്. സോ സെക്ഷൻ ഈസ് ISLB 200. ഓക്കെ, അപ്പോൾ നമ്മുടെ അനക്സ് H എന്നാണത് കിട്ടിയത്. ഇതാണ് നമ്മുടെ IS 800. ഇതിൽ ഏറ്റവും ലാസ്റ്റ് 139 പേജിൽ പോയാൽ ഇതാണ് അനക്സ് H, പേജ് നമ്പർ 138. ഇതിൽ കാണുന്നുണ്ടല്ലോ പ്രോപ്പർട്ടീസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഒന്നും ഉണ്ടാവില്ല. ഇതിലുണ്ടാവുന്നത് ബാക്കി കുറേ ടേംസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് സെക്ഷൻ പ്രോപ്പർട്ടീസ് ഉണ്ടാവും, റേഡിയസ് ഓഫ് ഗൈരേഷൻ ഉണ്ടാവും, സെക്ഷൻ മോഡുലസ് ഉണ്ടാവും, ഷേപ്പ് ഫാക്ടർ. അപ്പോൾ ഇതിൽ നമ്മൾ സെക്ഷൻ നോക്കാം, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റ് പീസ് ഹെഡ് വാല്യൂ എഴുതാം. സോ ഇത് റിക്വയർഡ് സെറ്റ് പീസ് ഹെഡിനേക്കാളും കൂടുതലാണ് കിട്ടിയത്. സോ സെക്ഷൻ ഓക്കെയാണ്. അതിനുശേഷം ആ ടേബിളിൽ നിന്ന് തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എല്ലാം എഴുതിയെടുക്കാം. ഓക്കെ, എല്ലാ പ്രോപ്പർട്ടീസും എഴുതിയെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള കുറച്ചും കൂടെ പ്രോപ്പർട്ടീസ് ഉണ്ട്. റേഡിയസ് ഓഫ് റൂട്ട് ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. റേഡിയസ് ഓഫ് റൂട്ട് പുതിയൊരു ടേമാണ്. അത് നമുക്ക് ബീമിൻ്റെ ഡിസൈൻ ചെയ്യുമ്പോൾ ആവശ്യമുള്ളൊരു ടേമാണ് R1. ഓക്കെ, R1 9.5 ആണ്. ഇത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫ്രം സ്റ്റീൽ ടേബിൾ SP6 എന്ന് മാത്രമേ നമുക്ക് ഈ വാല്യൂസ് കിട്ടും. ഓക്കെ, R1 വാല്യൂ, IZ വാല്യൂ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂസും കൂടെ എഴുതാം. സോ ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ ക്ലാസിഫിക്കേഷൻ. നമ്മൾ ഈ സെക്ഷൻ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ഈ സെക്ഷൻ ബീം ഡിസൈൻ ചെയ്യുമ്പം ഇത് ഏത് സെക്ഷനിലാണ് വരുന്നത്, ഏത് ക്ലാസ്സിലാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം അല്ലേ. ഏതെല്ലാം ക്ലാസ്? പ്ലാസ്റ്റിക് സെക്ഷൻ ഉണ്ട്, അതുപോലെ കോമ്പാക്റ്റ്, സെമി കോമ്പാക്റ്റ്, സ്ലെൻഡർ. ഇതിൽ ഏതിലാണ് വരുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ആൻഡ് ഇറ്റ് ക്യാൻ ബി ചെക്ക്ഡ് ഫ്രം ടേബിൾ നമ്പർ 2 ഇൻ IS 800, പേജ് നമ്പർ 18. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് രണ്ട് റിലേഷൻ ഉണ്ട്, B/TF. B/TF എന്തിനാണ്? ഫ്ലാഞ്ചിൻ്റെത്. അതുപോലെ ഫോർ വെബ് D/TW. ഇത് രണ്ടും ചെക്ക് ചെയ്യണം, അതിൻ്റെ വാല്യൂസ്. അതിൻ്റെ അത് ഏത് കണ്ടീഷനിലാണ്, ഏതിൻ്റെ ലിമിറ്റ്സിലാണ് വരുന്നതെന്ന് നോക്കാം. എന്നിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാം. സോ B/TFൽ B എന്താണ്? B എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് അല്ല, വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് ഡിവൈഡഡ് ബൈ 2 ആണ്. ഒരു ഔട്ട്സ്റ്റാൻഡിങ് വിഡ്ത്താണ്. സോ BF/2 50 mm ആണ്. അതുപോലെ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് 7.3 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദാറ്റ് വി വിൽ ഗെറ്റ് as 6.849 and check it with the relation value, limiting value in table number 2. So 9.4 epsilon ആണ്. Epsilon equal to 1 because epsilon is the yield stress ratio, root of 250/Fy ആണ്. Fy 250 ആയതുകൊണ്ട് epsilon value 1 തന്നെയാണ്. സോ 9.4നേക്കാളും കുറവാണ് അല്ലേ. വാല്യൂ ഈസ് ലെസ് ദാൻ 9.4. സോ ഇത് പ്ലാസ്റ്റിക്കിലാണ് ഈ ഫ്ലാഞ്ച് പോർഷൻ വരുന്നത്, പ്ലാസ്റ്റിക്കിൽ തന്നെയാണ്. സോ നൗ ചെക്ക് ഫോർ വെബ് പോർഷൻ. സോ വി ഹവ് ഗോട്ട് ദാറ്റ് ഡെപ്ത് ഓഫ് വെബ് D is equal to H minus 2 into TF plus R1, radius of root.
അല്ലേ? ഡെപ്ത് ഓഫ് വെബ് നമുക്ക് കിട്ടി. അത് വെച്ചിട്ട് d/tw കണ്ടുപിടിക്കാം. d/tw എത്രയായിരുന്നു? 30.81 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അത് ചെക്ക് ചെയ്യുക. അതും ലിമിറ്റിംഗ് വാല്യൂ കൊണ്ട് ചെക്ക് ചെയ്യുക. അത് 84 എപ്സിലോണിൽ കുറവാണ്, 84-നേക്കാളും കുറവാണ്. സോ അതും പ്ലാസ്റ്റിക്കിൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ രണ്ടും പ്ലാസ്റ്റിക്കിൽ തന്നെയാണ് വന്നത്. അതുകൊണ്ട് സോ സെക്ഷൻ ഈസ് പ്ലാസ്റ്റിക്. ഇതിലേതെങ്കിലും ഒരു സെക്ഷൻ പ്ലാസ്റ്റിക്കിലല്ല, ഒന്ന് പ്ലാസ്റ്റിക്കും മറ്റത് കോമ്പാക്റ്റും ആണെങ്കിൽ ദെൻ സെലക്ട് ദ സെക്ഷൻ ഈസ് പ്ലാസ്റ്റിക് ഇറ്റ് സെൽഫ്. ഒരു പ്ലാസ്റ്റിക് ഹയർ സെക്ഷനാണ് നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പ്ലാസ്റ്റിക് ആണെന്ന് സെലക്ട് ചെയ്തു. അതുപോലെ ഒരു ചെക്കും കൂടി ഉണ്ട്. ഈ d/tw വാല്യൂ അത് <67 ആണോ എന്ന് ചെക്ക് ചെയ്യുക. <67 ആണ് കിട്ടുന്നതെങ്കിൽ then there is we can say that the web is not susceptible to shear buckling. അങ്ങനെ ഒരു ചെക്കും കൂടി ചെയ്യാം. അത് കൂടുതലാണെങ്കിൽ then we have to check for shear buckling of web. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, അടുത്തത് ചെക്ക് ഫോർ ഷിയർ. നമ്മുടെ ഷിയർ സ്ട്രെങ്ത് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഫോർ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് വാല്യൂ we have from the clause 8.4. in clause 8.4 നമുക്ക് ഷിയർ സ്ട്രെങ്ത്തിൻ്റെ ഇക്വേഷനും സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 59. അപ്പോൾ അതിൽ നിന്ന് നമുക്കറിയാം വി ഡി ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു VN/γm0, where VN is equal to ഷിയർ സ്ട്രെങ്ത്, നോമിനൽ ഷിയർ സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു AV into FYW/√3. ഓക്കെ, ഇതിൽ FYW എന്ന് പറയുന്നത് yield strength of web ആണ്. AV എന്ന് പറയുന്നത് ഷിയർ ഏരിയ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കോഡിൽ നോക്കാം. പേജ് നമ്പർ 59. പേജ് നമ്പർ 59. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നുണ്ട് 59-ൽ ഷിയറിൻ്റെ കണ്ടീഷൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഹിയർ ഇറ്റ് ഈസ് ഗിവൺ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് വാല്യൂ VN നോമിനൽ പ്ലാസ്റ്റിക് ഷിയർ ഈസ് അണ്ടർ പ്യുവർ ഷിയർ. സോ VN നമ്മൾ VP എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഹിയർ VP ഈസ് ഈക്വൽ ടു AV into FYW/√3. ഇതിൽ AV ആണ് ഷിയർ ഏരിയ ഫോർ ഐ സെക്ഷൻ, ഐ ആൻഡ് ചാനൽ സെക്ഷൻസ്. മേജർ ആക്സിസ് ബെൻഡിങ് ആണെങ്കിൽ ഹോട്ട് റോൾ സെക്ഷൻ, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നതാണ് ഹോട്ട് റോൾ സെക്ഷൻ. ഹോട്ട് റോൾ സെക്ഷനിൽ AVയുടെ വാല്യൂ എത്രയാണ്? H/TW. ഓക്കെ, ഹൈറ്റ് ഓഫ് ദ ഐ സെക്ഷൻ ഇൻറ്റു തിക്നെസ് ഓഫ് വെബ്. വെൽഡഡ് സെക്ഷൻ ആണെങ്കിൽ, ഇതൊരു ബിൽട്ടപ്പ് സെക്ഷൻ ആണെങ്കിൽ അതിൽ വെൽഡഡ് ആയിരിക്കും. അങ്ങനെയുള്ള കേസിൽ D/TW ആണ്. അതുപോലെ മൈനർ ആക്സിസ് ബെൻഡിങ്ങിൽ 2B into TF. ഓക്കെ, ദിസ് ഈസ് ഫോർ ഐ സെക്ഷൻ ആൻഡ് ചാനൽ സെക്ഷൻ. അപ്പോൾ ബീമിൽ സാധാരണ നമുക്ക് എപ്പോഴും ഐ സെക്ഷനാണ് ഉണ്ടാകുന്നത്. സോ അതിൽ ഹോട്ട് റോൾഡ്, സോ ദ റിലേഷൻ വിൽ ബി ഓൾവേസ് H/TW. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ഷിയർ ഏരിയ കിട്ടി, H/TW. H 200 ആണ്, ISLB 200 ആണ്. സോ H will be 200. TW value 5.4. Substituting we will get AV. Find the value of VN and find the value of VD. VD എത്ര കിട്ടിയത്? 141.713. ഇതാണ് ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ ബീം. ആൻഡ് ചെക്ക് ഇറ്റ് വിത്ത് ദ മാക്സിമം ഷിയർ ഫോഴ്സ്. മാക്സിമം ഷിയർ ഫോഴ്സ് എത്രയാണ്? 30 kN ആണ്. നമ്മുടെ ഷിയർ സ്ട്രെങ്ത് അതിനേക്കാൾ ഒരുപാട് അധികമാണ്. സോ സെക്ഷൻ ഈസ് സേഫ്. അതിനുശേഷം എന്ത് ചെയ്യുക? ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിച്ചതിന് ശേഷം വി ഹാവ് ടു ചെക്ക് ഫോർ ദ ലോ ഷിയർ ഓർ ഹൈ ഷിയർ കേസ്. സോ അതിനുവേണ്ടി എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം 0.6 times VD ചെയ്യുക. 0.6 times VD ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 85.03. ചെക്ക് ഇറ്റ് വിത്ത് ദ ഷിയർ ഫോഴ്സ് വാല്യൂ. മാക്സിമം ഷിയർ ഫോഴ്സിനേക്കാളും അത് കുറവാണ് കൂടുതലാണോ നോക്കാം. ഓക്കെ, സോ മാക്സിമം ഷിയർ ഫോഴ്സ് 30 ആണ്. അപ്പോൾ 30-നേക്കാളും കുറവാണ് 0.6 times VD. അപ്പോൾ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സ് കുറവാണെന്ന് പറഞ്ഞാൽ സോ ദിസ് ഈസ് എ ലോ ഷിയർ കേസ് അല്ലേ? അവിടെ ഉണ്ടാകുന്ന മാക്സിമം ഷിയർ ഫോഴ്സ് കുറവാണ്. സോ ദിസ് ഈസ് ലോ ഷിയർ. അപ്പോൾ ലോ ഷിയർ കേസ് ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്തില്ലേ ചെക്ക് ഫോർ മൊമെൻ്റ് എല്ലാം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആയിരിക്കും. അത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിന് മുമ്പത്തെ ക്ലാസ് നോക്കാം. ഓക്കെ, അപ്പോൾ ചെക്ക് ഫോർ മൊമെൻറ്റിൽ നമ്മൾ ബെൻഡിങ് സ്ട്രെങ്ത്, ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഫോർ ദാറ്റ് വി ഹാവ് ഫോർ ലോ ഷിയർ കണ്ടീഷൻ MD വാല്യൂ ഈസ് ഈക്വൽ ടു ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്ത് MD ഈസ് ഈക്വൽ ടു βB into ZP into FY. ഓക്കെ,
where beta b is a coefficient depending upon the section. നമ്മളിപ്പം ക്ലാസ് 1 അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സെക്ഷനാണ്. സോ ബീറ്റ ബി വിൽ ബി ഈക്വൽ ടു 1. അപ്പോൾ ഇതിൻ്റെ ക്ലോസ് 8.2.1.2 പേജ് നമ്പർ 58. അതിൽ നോക്കാം ഇക്വേഷൻ, ആ ഇക്വേഷനിൽ വരുന്ന ടേംസ്. പിന്നെ അതിൽ വേണ്ടത് സെറ്റ് പി വാല്യൂ. സെറ്റ് പി വാല്യൂ നമുക്കറിയാം, സെറ്റ് പി സെറ്റ് ഫ്രം അനക്സ് എച്ചിൽ നമുക്ക് കിട്ടുന്നതാണ്. എഫ് വൈ വാല്യൂ അറിയാം, 250 MPa, ഗാമ എം നോട്ട് 1.1. സബ്സ്റ്റിറ്റ്യൂട്ടിങ് we will get that MD is equal to 41.89 and it is greater than the maximum bending moment 30 kilonewton meter. So section is safe. And also ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ we have to check, ഈ ഒരു ചെക്ക് ചെയ്യാനുണ്ട്. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ 1.2 സെഡ് ഇ എഫ് വൈ ബൈ ഗാമ എം നോട്ട്. സെഡ് ഇ വാല്യൂ നമുക്ക് എവിടെ നിന്ന് കിട്ടും? അനക്സ് എച്ച് എന്ന് തന്നെ കിട്ടും. സെറ്റ് പി സെറ്റിന് തൊട്ടടുത്തായിട്ട് സെഡ് ഇ വാല്യൂ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ചെക്ക് ചെയ്യാം. ഇത് സിംപ്ലി സപ്പോർട്ട് ആയിട്ടാണ്, സിംപ്ലി സപ്പോർട്ട് ആയതുകൊണ്ടാണ് ഈക്വേഷൻ. കാൻഡിലിവർ ആണെങ്കിൽ 1.5 എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ നോക്കാം. 46 ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ച എം ഡി വാല്യൂ ഇതിനേക്കാളും കുറവാണെന്നാണ് നമ്മുടെ കണ്ടീഷൻ പറയുന്നത്. എം ഡി ഷുഡ് ബി ലെസ് ദാൻ 1.2 സെഡ് ഡി എഫ് വൈ ബൈ ഗാമ എം നോട്ടാണ് അല്ലേ. അപ്പം ഇവിടെ ഓക്കെയാണ്, എം ഡിനേക്കാളും കൂടുതലാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് ഓക്കെ, ചെക്ക് ഓക്കെ ആണ്. നൗ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫോർ ഡിഫ്ലക്ഷൻ. ഓക്കെ, സോ ഫ്രം പേജ് നമ്പർ 31 ഫോർ എ സിമ്പിൾ സ്പാൻ, സിംപ്ലി സപ്പോർട്ടർ സ്പാൻ ബ്രിട്ടിൽ സെക്ഷൻ, permissible deflection for a steel beam is L by 300, effective length by 300. അപ്പോൾ എഫക്റ്റീവ് ലെങ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട് 4 × 10³ അപ്പോൾ ബീമിൻ്റെ എഫക്റ്റീവ് ലെങ്ത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എഫക്റ്റീവ് ലെങ്ത്ത് ഇപ്പോൾ ഇവിടെ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. നമ്മുടെ എൻഡ് കണ്ടീഷൻസ് എല്ലാം വെച്ചിട്ട് ബീമിൻ്റെ എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കുന്നത് ടേബിൾ നമ്പർ 15 ഇൻ IS 800. അപ്പോൾ ഇതിൽ നമ്മുടെ എൻഡ് കണ്ടീഷൻസ് ഫോർ റീസ്ട്രെയിൻസ് അറ്റ് സപ്പോർട്ട്സ്, അത് നോർമൽ കണ്ടീഷനിൽ നോക്കിയാൽ മതി. അപ്പോൾ ഫുള്ളി റീസ്ട്രെയിൻഡ് ബോത്ത് ഫ്ലാഞ്ചസ്, കംപ്രഷൻ ഫ്ലാഞ്ച് മാത്രമല്ലാണ് സാധാരണ ഉണ്ടാകുന്നത്. 0.75 ടൈംസ് ലെങ്ത്ത്, അൺസപ്പോർട്ടഡ് ലെങ്ത്ത് തന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ എഫക്റ്റീവ് ലെങ്ത്ത്. ഓക്കെ, അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് വന്നിട്ടുണ്ട് എല്ലാത്തിലും എഫക്റ്റീവ് ലെങ്ത്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി L തന്നിട്ടുണ്ട്. എത്രയാണ്? 4. അതിനെ മില്ലിമീറ്ററിലേക്ക് മാറ്റാം. സോ ദ പെർമിസിബിൾ ഡിഫ്ലക്ഷൻ ഈസ് 13.3 millimeter and check it with maximum deflection in our section. So maximum deflection ഒരു സിംപ്ലി സപ്പോർട്ടഡ് UDL ആണെങ്കിൽ അവിടെ എങ്ങനെയാണ് മാക്സിമം ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്? 5WL⁴/384 റിലേഷൻ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കാം. അതുപോലെ ഒരു പോയിൻ്റ് ലോഡ് ആണെങ്കിൽ ഇക്വേഷൻ പഠിച്ചു വെക്കാം. സോ അവിടെ എന്താണ് WL⁴ നമുക്ക് W അല്ല അറിയുന്നത്. W എന്താണ്? യൂണിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് പെർ ലെങ്ത് ആണ് ഇതിൽ W. പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് WL ആണ് അല്ലേ. സോ ചേഞ്ച് ദ റിലേഷൻ ലൈക്ക് 5 × WL⁴. ഓക്കെ, WL⁴ നമ്മൾ WL × L³ എന്ന് എഴുതി ബൈ 384 EI. ഈ സ്റ്റെപ്പ് എഴുതാൻ മറക്കരുത്. ഓക്കെ, UDLൻ്റെ കേസിൽ ഈ W എന്ന് പറയുന്നത് വെയിറ്റ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സോ ചേഞ്ച് ഇറ്റ്. ആൻഡ് നമുക്ക് കിട്ടുന്ന ആൻസർ ഇതിൽ ഈ I എന്നും കൂടി ഉണ്ട്. I എന്ന് പറയുന്നത് IZ ആണ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ആണ് നമ്മൾ IZ വാല്യൂ എടുക്കുന്നത്. So we got the maximum deflection as 9.827 mm. So this is less than the permissible deflection. Permissible deflection എത്രയായിരുന്നു? 13.3 mm ആണ്. നമുക്കുള്ള മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 9.8 ആണ്. സോ സെക്ഷൻ ഈസ് സേഫ്. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ചെക്ക് ഫോർ വെബ് ബിയറിംഗ്. ഇറ്റ് ഈസ് ഗിവൺ ഇൻ ക്ലോസ് 8.7.4. എല്ലാം 8.8 സെക്ഷൻ 8 നമ്മുടെ ബീമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ ഇതിൽ വെബ് ബിയറിങ്ങിന് വേണ്ടിയിട്ടുള്ള റിലേഷൻ ഉണ്ട്. FW, ക്യാപിറ്റൽ FW = B1 + N2 × TW
ഇൻറ്റു FYW ബൈ ഗാമ എം നോട്ട്. ഓക്കെ, ഇതിൽ B1ൻ്റെ വാല്യൂ നമുക്ക് എസ്യൂം ചെയ്യാം ഈസ് ഈക്വൽ ടു 100 mm ആൻഡ് N2ൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 2.5 ടൈംസ് TF പ്ലസ് R1. ഓക്കെ, R1 രണ്ട് വാല്യൂ നമുക്കറിയാം, TFും R1ഉം നമുക്കറിയാം. അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? N2 വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് B1 ആൻഡ് N2. ബാക്കിയുള്ള TW FYW അതെല്ലാം നമുക്ക് അറിയുന്നതാണ്. Substituting, we will get FW as 174. Check it with the maximum shear force, which is 30 kN. അത് ഗ്രേറ്റർ ദാൻ നമ്മുടെ സെക്ഷൻ FW is greater than maximum shear force വന്നിട്ടുണ്ട്. So there is no need to provide web stiffness. ഓക്കെ, അതിന് അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ദിസ് ഇസ് എ ലോ ഷിയർ കേസ്. ഹൈ ഷിയർ കേസ് ആണെങ്കിൽ നമുക്ക് വെബ് ബക്ലിംഗ് കൂടെ ചെയ്യാനുണ്ടാവും. ഓക്കെ, സ്റ്റെപ്പ് 11 കൂടെ ചെയ്യാനുണ്ടാവും. സോ ഹിയർ നമ്മുടെ ഡിസൈൻ കഴിഞ്ഞു.